ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കസ്റ്റമറിൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ലോക്ക്ഡൗൺ ആവണേക്കാട്ടും മുമ്പ് റിമോട്ടിൻ്റെ ബാറ്ററി മേടിച്ചായിരുന്നു. പക്ഷേ പുള്ളിക്ക് റീപ്ലേസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് കൊണ്ട് തരരുത്. അപ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്യണതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ വേറൊരു കസ്റ്റമറിന് ഇതേപോലൊരു പണി കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ റിമോട്ടിൻ്റെ ബാറ്ററി ഓൾറെഡി തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി കീയിലായിരുന്നു, അതായത് നമ്മുടെ ഡോറിലുള്ള കീ വെച്ചിട്ടായിരുന്നു അത് ലോക്ക് നമ്മുടെ ഡോറ് തുറന്നുകൊണ്ടിരുന്നത്. പിന്നെ ലോക്ക്ഡൗൺ ആയിട്ട് ഒരു മാസം പുള്ളി ഉപയോഗിക്കാതിരുന്നപ്പോഴേക്കും ബാറ്ററി കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ടായിപ്പോയി. അതിനുശേഷം പുള്ളി തുറക്കാൻ സമയത്ത് ഈ കീ തിരിക്കണ ആ ലോക്കും കൂടി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലോക്ക് ഫുള്ള് ലോക്കായി കിടക്കുകയാണ്. സെൻട്രൽ ലോക്കായി കിടക്കണ വണ്ടിക്ക് പുള്ളിക്ക് ഇപ്പോൾ തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പുള്ളി എന്നെ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കും ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അവിടെ ചെന്ന് ഡോറ് തുറന്ന് ബാറ്ററി ഇറക്കി രണ്ടാമത് ചാർജ് ചെയ്യാതെ നമുക്കത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നിൽ റിമോട്ട് കീ ഉള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ റിമോട്ട് ബാറ്ററി എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എപ്പോഴും റിമോട്ട് ബാറ്ററിയിൽ നമ്മൾ അൺലോക്ക് ചെയ്യണതിന് ഒരു ഇടയ്ക്ക് നമ്മുടെ ഡോറിൻ്റെ ലോക്കും കൂടി വെച്ച് നമ്മൾ അൺലോക്ക് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മുടെ റിമോട്ട് ബാറ്ററി കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഡോറ് അൺലോക്ക് ചെയ്യുന്ന നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പിലും തുറക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതാണ് റിമോട്ട്. ഈ റിമോട്ട് ഫോർഡ് ഫിയസ്റ്റയുടെയാണ്. ഈ ഫോർഡ് ഫിയസ്റ്റ ഫിഗോക്കൊക്കെ ഏകദേശം സെയിം റിമോട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ റിമോട്ടിൻ്റെ ബാക്കിലായിട്ട് ഫോർഡിൻ്റെ എംബ്ലം കാണാം. ഈ ഫോർഡിൻ്റെ എംബ്ലത്തിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ് വഴിയാണ് നമുക്കിത് ഊരേണ്ടത്. അപ്പോൾ ഈ കട്ടിങ് എല്ലാവർക്കും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കട്ടിങ് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ കട്ടിങ്ങിൽ ജസ്റ്റ് വെക്കുന്നു, ജസ്റ്റ് തള്ളുന്നു. അപ്പോൾ തന്നെ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റുന്നു. ഊരിയെടുക്കുക. ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം ഈ സൈഡിലുള്ള തള്ളിക്കൊടുക്കുന്നു. ജസ്റ്റ് ഒരു ഹുക്ക് പോലെയാണ്, അത് വലിച്ചു ഊരിക്കഴിഞ്ഞാൽ ജസ്റ്റ് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഇതിൽ കിടക്കുന്ന ബാറ്ററി പാനസോണിക് CR20323 വോൾട്ടിൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനിയുടെ ബാറ്ററി തന്നെയാണ്. പുള്ളി മേടിച്ചതായിരുന്നത്. പുള്ളിക്ക് ഇടാൻ അറിയുമ്പോഴുള്ളത് കൊണ്ടാണ് ഇത്ര ആൾ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ബാറ്ററി ഇതാണ്. 183 രൂപ വരും. പക്ഷേ ഇത് ഞാൻ എൻ്റെ വണ്ടിക്കൊക്കെ യൂസ് ചെയ്തതാണ്. 1 കൊല്ലം 2 കൊല്ലമൊക്കെ വരെ ലൈഫ് കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പ് മാറ്റിയതാണ്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാറ്ററി. പിന്നെ ഇതേപോലെ തന്നെ പുറമേ നിന്ന് മാറ്റണ ബാറ്ററി ഉണ്ട്. ആൾക്കാർക്ക് 10, 30 രൂപ, 15 രൂപ, 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ CMOS ബാറ്ററി പോലത്തെ ബാറ്ററി കിട്ടും. പക്ഷെ അത് ബാറ്ററി നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സ് ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ സർവീസ് സെൻറ്ററിൽ വരാറുണ്ട് വീണ്ടും ബാറ്ററി മാറാനായിട്ട്. അപ്പോൾ അതിലും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് കമ്പനി ബാറ്ററി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് മാറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് മുകളിൽ തന്നെ വരണം കേട്ടോ, തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഒരു ബാറ്ററി ഗ്യാപ്പ് ഇട്ടനുസരിച്ച് നമുക്കിപ്പോൾ ഒരു വർഷത്തിന് മുകളിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടിൻ്റെ ബാറ്ററി ലൈഫ് 1 വർഷത്തിന് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പെയർ ബാറ്ററി മേടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഇൻ കേസ് ഇതേപോലെ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് മാറാവുന്ന ഒരു കേസുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.